റമദാന് വിശ്വാസത്തിൻ്റെ വിശുദ്ധി മാത്രമല്ല, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സൗന്ദര്യം കൂടിയുണ്ട്. ഗൾഫ് നാടുകളിലെ ഇഫ്താർ സംഗമങ്ങളിൽ ജാതിമത ഭേദമില്ലാതെ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ലോകത്തിന് തന്നെ ഒരു പുതിയ മാതൃകയാണ് ഈ ഇഫ്താർ കാഴ്ചകൾ. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കരിമേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം പോലെയാണ് പ്രവാസികളുടെ ഇഫ്താർ സംഗമങ്ങൾ. നിറഞ്ഞ ചിരിയും തോളിൽ തട്ടിയും ചേർത്തുപിടിച്ചുമുള്ള സ്നേഹപ്രകടനങ്ങളുമായി എല്ലാവരും ഒത്തുകൂടുന്ന സായാഹ്നങ്ങൾ. പള്ളികളിലും പൊതു ഇടങ്ങളിലും ലേബർ ക്യാമ്പുകളിലുമെല്ലാം ഇതാണ് കാഴ്ച. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരുക്കിയ ഇഫ്താർ സംഗമത്തിൽ 7000-ഓളം പേരാണ് പങ്കെടുത്തത്. UN ഉദ്യോഗസ്ഥരും ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികളും അടക്കമുള്ളവർ ഇഫ്താറിന് എത്തി. Amazing. Honestly, I didn't expect this amount of people. It's very nice. It's very nice to see everyone in the spirit of Ramadan, everyone having iftar, everyone waiting for iftar. And this, it brings people together. So it's very it feels good as well. മതകാര്യ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമൊപ്പം സാംസ്കാരിക സൗഹൃദ സംഘങ്ങൾ ഒരുക്കുന്ന ഇഫ്താർ സംഗമങ്ങളാണ് ഗൾഫിന്റെ സൗന്ദര്യം. ഒത്തുചേരലിന്റെ മനോഹര മുഹൂർത്തങ്ങൾക്ക് ഭരണകൂടങ്ങൾ പൂർണ്ണ പിന്തുണയും സഹായവും നൽകുന്നു. നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി, അതോടൊപ്പം വിവിധ സംഘടനകൾ, നമ്മുടെ ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ, പിന്നെ അതിൻ്റെ സബ് കമ്മിറ്റികൾ, പിന്നെ അതിൻ്റെ വോളണ്ടിയേഴ്സ്, ഇവരൊക്കെ വളരെ എഫേർട്ട് എടുത്ത് നടത്തുന്നൊരു പ്രോഗ്രാമാണിത്. ഇതിൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിൻ്റെയും കൂടുതൽ കോർഡിനേഷൻ ജോബ് എന്നല്ലാതെ ഇത് കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മുടെ ഈ സ്റ്റേജിലൊന്നും കാണാത്ത കുറേ ചെറുപ്പക്കാർ നമ്മൾ കൂടെയുണ്ട്. വെരി ഡെഡിക്കേറ്റഡ്. അവർക്കാണ് ഇതിൻ്റെ 100% മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി വണ്ടർഫുൾ പ്രോഗ്രാം. റമദാൻ്റെ യഥാർത്ഥ സ്പിരിറ്റ്, ആ ടുഗദർനെസ്, നേരത്തെ പറഞ്ഞ പോലെ ടുഗദർനെസ് അതിവിടെ കാണാം നിങ്ങൾക്ക്. റമദാൻ മാസം എന്ന് പറയുന്നത് ശരിക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനുള്ള, എല്ലാ തരത്തിലുള്ള വിദ്വേഷങ്ങളെ മനസ്സിനകറ്റി നിർത്തുന്നതിനുള്ളൊരു സന്ദേശത്തിൻ്റെ മാസമാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ അത്തരം പരസ്പര സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ പരസ്പര സ്നേഹത്തിലും മനുഷ്യ സൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളെയും എങ്ങനെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ആശയത്തിൻ്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ദിവസങ്ങളിലും അതിനെ പരിപോഷിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ഇടപെടലുകൾക്കും ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നതാണ് എൻ്റെ വസ്തുത. ജോലി കഴിഞ്ഞെത്തിയാണ് വോളണ്ടിയർമാരും സംഘടനാ ചുമതലയുള്ളവരുമൊക്കെ ഇഫ്താറിന് സൗകര്യങ്ങൾ ഒരുക്കുക. ആയിരക്കണക്കിന് പേരെത്തുന്ന ചടങ്ങുകൾ ഒരു പിഴവുമില്ലാതെ സംഘടിപ്പിക്കും. പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് സംഘാടനം. പ്രവാസികളിൽ നിന്നും കേരളമടക്കം എല്ലാവരും കണ്ടുപിടിക്കേണ്ട മാതൃകയാണ് സൗഹൃദങ്ങളുടെ ഇഫ്താർ. ലോകത്തിന് തന്നെ മാതൃകയാണ് ഈ മലയാളി പ്രവാസികൾ, പ്രത്യേകിച്ച് മധ്യപൗരസ്ത്യ ദേശത്ത്, നമ്മുടെ ഈ പ്രദേശത്തുള്ള. ഇപ്പോൾ ഇവിടെ 7000-ൽ പരം ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ജാതി, മതം, വർണ്ണം, വർഗ്ഗം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒന്നിച്ചാണ്. ഇത് തന്നെയാണ് ഇവിടെ നോമ്പ്, ഓണം വന്നു കഴിഞ്ഞാലും ക്രിസ്മസ് വന്നു കഴിഞ്ഞാലും എല്ലാം ഇതാണ്. മലയാളികൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയില്ല ഇത് ഏതാ ഇയാൾ, ഏത് മതമാണെന്നോ ഏത് ജാതിയാണെന്നോ. ഇവിടെ നടക്കുന്ന ഈ ആരാധനാക്രമത്തിൽ എല്ലാവരും പങ്കാളികളാണ്. എല്ലായിടത്തും പുഞ്ചിരി, എല്ലായിടത്തും സ്നേഹസമ്പർക്കം, സന്തോഷം പകരുക, ഇതാണല്ലോ നമ്മളിപ്പം ചുറ്റുപാടും കാണുന്നത്. അതുതന്നെയാണ് ഇഫ്താറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ: സ്നേഹം, ഒരുമ, കൂട്ടായ്മ. ഇതിനങ്ങേപ്പുറത്ത് മറ്റ് യാതൊരു വർഗ്ഗവുമില്ല നമ്മുടെ ഇടയിൽ. വർഗ്ഗവുമില്ല, വർണ്ണവുമില്ല, നിറവുമില്ല. വലിയവനും ചെറിയവനും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഈ നോമ്പ്. ഇതുപോലെ തന്നെ എപ്പോഴും എന്നും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ശാന്തിയും സമാധാനവും സാഹോദര്യവും ഒക്കെ ഉണ്ടാകും. എന്ത് നല്ലൊരു രാജ്യം, എന്തൊരു നല്ലൊരു ലോകം, അത് നമ്മൾ സ്വപ്നം കാണുന്നു. ഇതുപോലെ തന്നെ എന്നും ആയിക്കോട്ടെ എന്ന് ആശംസിക്കണം. ലേബർ ക്യാമ്പുകളിലും കരാമ, ബർദുബായി അടക്കമുള്ള നഗരപ്രദേശങ്ങളിലും സർക്കാർ ഓഫീസുകളിലുമെല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളും സംഗമങ്ങളും സജീവമാണ്. പ്രവാസികളിലെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം കൂട്ടുന്ന മാസം കൂടിയാണ് റമദാൻ. അതിർത്തികളൊന്നുമില്ലാത്ത ഒത്തുചേരലിന്റെ ഇഫ്താറുകളിൽ രാജ്യത്തെ ഭരണകർത്താക്കൾ പോലും പങ്കാളികളാകും. ദുബായിൽ മാത്രം 1200-ഓളം കേന്ദ്രങ്ങളിലായാണ് പൊതു ഇടങ്ങളിലെ ഇഫ്താർ സംഗമങ്ങൾ. 10 വർഷമായിട്ട് ഇത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. പണ്ടൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു, 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ഒരു 6-7 വർഷമായി 30 ദിവസം നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. കാരണം ഇതിനകത്ത് നമ്മളെ എന്നേക്കാൾ കൂടുതൽ
എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾക്ക് ഇത്ര വലിയ പ്രചോദനം ഉണ്ടാകുന്നത്. കാരണം അവരുടെ കൂടെ നമ്മൾ എന്നും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോകുക എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യനിമിഷമാണ്. അടിസ്ഥാനപരമായി ഇതിൻ്റെ മതസ്വഭാവം എന്തു തന്നെ ആയാലും ശരി, അത് ഓണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ ഇഫ്താർ പോലെയുള്ള ആഘോഷങ്ങളായാലും ശരി, നമുക്കതിന് മതേതരമായ ഒരു കൂട്ടായ്മ ഈ മതസങ്കല്പത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു പ്രസക്തമാണ്. പക്ഷേ ഇത് നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പെടുത്തവരും എടുക്കാത്തവരും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആ നോമ്പ് തുറക്കുന്ന അതൊരു സന്തോഷമാണ്. അതൊരു മതസൗഹാർദ്ദം എല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണല്ലോ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ഇഫ്താറിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും പരസ്പരം കാണാത്തവർ ഒത്തുചേരുന്ന ഇഫ്താറുകൾ ഒരുക്കുന്ന സൗന്ദര്യ തണലുണ്ട് ഗൾഫിൽ. മണൽക്കാറ്റിനു പോലും സ്നേഹത്തിന്റെ കുളിരു പകരുന്ന സ്നേഹ സംഗമം. I'm very thankful and grateful to the Indian Association in Sharjah for organizing this iftar on this scale. It is not every day you see 10,000 people under one roof in the holy month of Ramadan. So I congratulate them for a very successful event, and on behalf of Consulate General of India, I extend my gratitude to them and community for all the good work they have been doing in UAE. വ്രതവും നോമ്പു തുറക്കലും ഒരു മാസക്കാലമാണെങ്കിലും ഈ സൗഹൃദങ്ങളും സ്നേഹവും ഒരായുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കും. ഇതുതന്നെയാണ് പുണ്യ റമദാന്റെ സന്ദേശവും സൗന്ദര്യവും.